സ്വർണ്ണപ്പാളിയും സ്വർണ്ണപീഠവുമാണ് വിഷയം. അതിന് പെൺപിലെ ദുരൂഹതകൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ദേവസ്വം ബോർഡ് വിജിലൻസ്. പോലീസ് അന്വേഷണം വേറൊരു ഭാഗത്ത് നടക്കുന്നു. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള കുരുക്ക് മുറുകയാണ്. പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നിജസ്ഥിതി, സത്യാവസ്ഥ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസമാണ് ഒളിവിൽ കഴിഞ്ഞ് അതിനുശേഷം ഇന്നലെ തിരുവനന്തപുരത്തുള്ള കാര്യമായിട്ടുള്ള വീട്ടിലെത്തിയിരുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. തനിക്ക് ഇതിലൊന്നും പങ്കില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു വെക്കുന്നത്. പറയേണ്ടതെല്ലാം കോടതിയിൽ പറയുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വെച്ച കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എടുക്കാൻ പോകുന്നത്, സ്വീകരിക്കുന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് തിരുവനന്തപുരത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യോഗം ചേരാൻ പോവുകയാണ്. ഏതായാലും ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപീഠം ഒളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളിൽ നിന്ന് ഈ സ്വർണ്ണപീഠത്തിൻ്റെ കാര്യം പറഞ്ഞ് പണം തട്ടിയിട്ടുണ്ട്. അത് സംസ്ഥാനത്തിനകത്തുനിന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം വിജിലൻസ് ബോർഡിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതിയിലൊന്നും ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ഊരിപ്പോരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഏതായാലും സാരംഗ് PS തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള കുരുക്ക് മുറുകയാണ്. പറഞ്ഞതെല്ലാം പുറത്തുവിട്ട് അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുടുങ്ങിയിരിക്കുകയാണ്. ശരിക്കും എന്താണ് പോറ്റിക്ക് പിന്നിൽ ആരാണ് എന്നാണ് നമുക്കറിയേണ്ടത്. പോറ്റി അത്ര നീറ്റല്ല എന്ന് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ഈ സ്വർണ്ണപ്പാളി ഈ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയതുൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ ഒരു വിവാദം സൃഷ്ടിച്ചതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ശക്തമായ ശ്രമങ്ങളാണ് ഈ ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നാളെ ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്തുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ സ്വർണ്ണപ്പാളി ഇത്തരത്തിൽ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയതിൻ്റെ ലക്ഷ്യമെന്താണ്, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും അത് അവിടെ ചെന്നതിന് ശേഷം ആർക്കു മുന്നിലെങ്കിലും പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് കാണിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ് ഇനി ദേവസ്വം വിജിലൻസിൻ്റെ തയ്യാറെടുപ്പ്. കഴിഞ്ഞ ദിവസം ഗുരുതരമായ കണ്ടെത്തലുകളായിരുന്നു ഇയാൾക്കെതിരെ, സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉണ്ടായിരുന്നത്. അതായത് ഇയാൾ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി ഇവിടുന്ന് മാറ്റിയത് പോലും, അതായത് ബാംഗ്ലൂരിൽ എത്തിച്ചത് പോലും ഇത് കാണിച്ചുകൊണ്ട് താൻ ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണെന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ട് സമ്പന്നരായിട്ടുള്ള ഭക്തരിൽ നിന്ന് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഇതെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇയാൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അന്നദാനത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഇടപെടലുകളിലൂടെയും ഇയാൾ ഈ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ഒരു വലിയ ഇടപെടലിലേക്ക് അല്ലെങ്കിൽ വലിയ അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. എന്തിനായാലും ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഒരു അടിയന്തര യോഗം നടക്കുന്നുണ്ട്. അജണ്ടകൾ തീരുമാനിക്കാത്ത ഈ യോഗത്തിൽ സ്വർണ്ണപ്പാളി അതുപോലെ തന്നെ സ്വർണ്ണപീഠം തുടങ്ങിയ വിവാദങ്ങൾ ചർച്ചയാകും. പ്രധാനമായും ഈ യോഗത്തിൽ തീരുമാനിക്കുന്നത്, അതായത് ഈ രണ്ട് വിവാദങ്ങളിലും ഹൈക്കോടതിയുടെ അന്വേഷണം, അതായത് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന യോഗത്തിലെടുക്കും. അതുപോലെ തന്നെ 1999 മുതൽ ഇതുവരെ 2025 വരെയുള്ള ഇടപെടലുകൾ അത് ഈ ഹൈക്കോടതി നിരീക്ഷണത്തിൽ വീണ്ടും അന്വേഷിക്കണമോ അല്ലെങ്കിൽ അക്കാര്യത്തിലുള്ള ഒരു തീരുമാനവും നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിലുള്ളത്. എന്തിനാലും ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് വലിയ വ്യക്തത വരുത്തും. അതുപോലെ തന്നെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്ത് പൂർത്തിയാക്കിയതോടുകൂടി തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് ഇത്തരത്തിൽ ഈ ദേവസ്വം വിജിലൻസിൻ്റെ ശ്രമം.
വിനിഷ. കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ശബരിമല എന്ന പേരിനെ തന്നെ കൃത്യമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് ആണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ എന്നാണ്, അടിമുടി ദുരൂഹതയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ സംശയിക്കുന്നത്. സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് 2020 ജൂലൈ 19 കൊണ്ടുപോയ ഇളക്കി മാറ്റിയ സ്വർണ്ണപ്പാളി അത് ബാംഗ്ലൂരിലേക്ക് എത്തിച്ചത് 40 ദിവസത്തിന് ശേഷമാണ്. എത്തിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭാരമല്ല, തിരിച്ച് അത് സ്വർണം പൂശി മടക്കി എത്തിക്കുമ്പോൾ ഉണ്ടായിരുന്നത് എന്ന് മസറിൽ അത് എത്ര ഗ്രാം കുറഞ്ഞു എന്നുള്ള കാര്യം അത് ആ മസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വിജിലൻസിൻ്റെ കണ്ടെത്തൽ കൂടിയാകുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള കുരുക്ക് മുറുകുന്നു എന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായും വിനിഷ, ഇക്കാര്യത്തിൽ എന്ത് തന്നെയാലും ഈ സ്വർണം കടത്തിയത്, അതായത് ഈ സ്വർണ്ണപ്പാളി പ്രധാനമായും ഈ ശബരിമലയിൽ നിന്ന് ഇത്തരത്തിൽ ഈ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയതിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യം എന്ത് തന്നെ എന്ന്, അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാനുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. പ്രധാനമായും ഇയാൾ ഇത്തരത്തിൽ ഈ പല സ്ഥലങ്ങളിലും ഇത് എത്തിച്ചിട്ടുണ്ടെന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ വിജിലൻസ് ഉള്ളത്, ദേവസ്വം വിജിലൻസ് ഉള്ളത്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തണം. അതുപോലെ തന്നെ പ്രധാനമായും ഈ സാമ്പത്തിക പണപ്പിരിവ് അല്ലെങ്കിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അയാളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളും തേടേണ്ടി വന്നേക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇതുവരെയും വ്യക്തമാക്കിയിട്ടുള്ളത്. വിനിഷ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷവും ഈ ശബരിമല സ്വർണ്ണപീഠമായാലും സ്വർണ്ണപ്പാളി വിവാദത്തിന് ശേഷം ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ യോഗം, തിരുവനന്തപുരത്താണ് യോഗം നടക്കാനിരിക്കുന്നത്. പ്രത്യേക അജണ്ട ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെയും ഇന്ന് എന്തായാലും ഈ യോഗത്തിൽ സംസാര വിഷയമാകും, അജണ്ടയാകും, ചർച്ചയാകും. ശബരിമല തന്ത്രിയും ആ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് സാരംഗ ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ശബരിമല തന്ത്രി ഉൾപ്പെടെ പ്രസിഡന്റ് ഉൾപ്പെടെ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളും ഇന്ന് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും അജണ്ട തീരുമാനിച്ചിട്ടില്ല എങ്കിൽ പോലും ഇക്കാര്യത്തിൽ, അതായത് ഇതുവരെയുള്ള ആരോപണങ്ങളിൽ അല്ലെങ്കിൽ വിവാദങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. ഈ രണ്ട് വിവാദങ്ങളിലും, സ്വർണ്ണപ്പാളി വിവാദങ്ങളിൽ ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കണം എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കും. പ്രധാനമായും പ്രതിപക്ഷവും അതുപോലെ തന്നെ BJPയും ഈ ഒരു വിഷയത്തിൽ വലിയ രാഷ്ട്രീയ പ്രചരണമാണ് നടത്തിയത്. ഇടതുപക്ഷത്തിനെതിരെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെതിരെയും സർക്കാരിനെതിരെയും. ഈ തുടക്കം മുതൽ അതൊരു ഭാഗമായിട്ട്, അതായത് ഈ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിനെ ഏതുവിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ആ ഒരു കാലത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു വിവാദം കുത്തിപ്പൊക്കിയതിന് പിന്നിലുള്ള ഗൂഢാലോചന എന്തുതന്നെയാലും തിരിച്ചറിയണം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അക്കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരെ കണ്ടെത്തണം, അതിനുവേണ്ട കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കേണ്ടതുണ്ടെങ്കിൽ അതും ഉടനെ തന്നെ ഉണ്ടാകും. അത്തരത്തിൽ അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കുക എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് നിലവിൽ ദേവസ്വം ബോർഡ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇതിൽ സമഗ്രമായ അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് 1999 മുതൽ 2025 വരെയുള്ള എല്ലാ ഇടപെടലുകളെയും, ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി സംബന്ധിച്ച, ശബരിമലയെ സംബന്ധിച്ച എല്ലാ ഇടപെടലുകളും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു വിശദമായ അല്ലെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട് എന്ന നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡ് ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. അക്കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ചയാകും. അതിലൊക്കെ ചർച്ചകൾക്ക് ശേഷം നടപടികളിലേക്കും ഉടനെ തന്നെ കടക്കാനാണ് സാധ്യതയുള്ളത്. കാരണം ഇത് ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ച ഒരു വിഷയമാക്കി ഈ പ്രതിപക്ഷവും അതുപോലെ തന്നെ BJPയും ഇത്തരത്തിലൊരു വ്യാജ ആരോപണം കൊണ്ടുവന്നു. അതിനുശേഷം ഈ കള്ളി വെളിച്ചത്താകുന്നു, അതായത് ഈ സ്പോൺസർ തന്നെ ഈ പീഠം മാറ്റി അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കണ്ടെത്തലുണ്ടാകുന്നു. അതിനുശേഷം ഈ സ്പോൺസർ രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ മുങ്ങി നടക്കുന്നു. തുടർന്ന് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അത്തരത്തിലുള്ളൊരു സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. എന്തിനാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ നടപടികൾ നടക്കട്ടെ, മറ്റു കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കാമെന്നുമാണ് ഇത്തരത്തിൽ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. വിനിഷ.
ശരി, സാരംഗാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ ഇടപാടുകളിലും അടിമുടി ദുരൂഹതയാണ്. അദ്ദേഹം ഇന്നലെ സംസാരിച്ചു വെച്ച കാര്യങ്ങളായാലും ചെയ്തു വെച്ച കാര്യങ്ങളായാലും പുറത്തേക്ക് വരുന്ന തെളിവുകളായാലും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗൂഢാലോചന സംശയിക്കേണ്ട ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. കാരണം ഈ സ്വർണ്ണപ്പാളി ഇളക്കിയ വിഷയവുമായി ബന്ധപ്പെട്ടായാലും പുതിയൊരു സ്വർണ്ണപീഠം ശബരിമലയിൽ എത്തിച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു എന്നല്ലാതെ ശബരിമലയിലേക്ക് അത്തരത്തിലൊരു സ്വർണ്ണപീഠം എത്തിയിട്ടില്ല. ഈ സ്വർണ്ണപ്പാളി ഇളക്കിയതുമായി ബന്ധപ്പെട്ട തിരിച്ചെത്തിച്ചതുമായി ബന്ധപ്പെട്ട കേസും നടപടികളും അന്വേഷണങ്ങളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ബംഗളൂരിലേക്ക് കൊണ്ടുപോയി അത് അവിടെ പ്രദർശനത്തിന് വെച്ച് വ്യാപകമായി സ്വർണ്ണപ്പിരിവ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് എന്നാണ് കൃത്യമായ വിജിലൻസ് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാണ് ദേവസ്വം വിജിലൻസ് ബോർഡ് അന്വേഷണത്തിന് ഒരുങ്ങുന്നത്. നാളെ ഏതായാലും ദേവസ്വം വിജിലൻസ് ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ എന്തായാലും ഇക്കാര്യത്തിൽ നടക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ദേവസ്വം വിജിലൻസ് ബോർഡ് കടക്കാനിരിക്കുന്നത്.